പ്രിയമുള്ളവരെ, കഴിഞ്ഞ 9 വർഷക്കാലമായി പിണറായി വിജയൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം കേരളത്തിൽ ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ കേരളത്തിലെ KSU, യൂത്ത് കോൺഗ്രസ് അങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ സമരങ്ങളൊന്നും വിജയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ അടിച്ചമർത്തി അവരെ പൂർണ്ണമായും മോർച്ചറിയിൽ എത്തിക്കുന്നതായിരുന്നു ഇന്ന് വരെ നാം കണ്ട സമരം. ഇന്നലെയും നമ്മളത് കണ്ടു. വീണ ജോർജിനെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ അവർ കുറേ കാലമായി, അതായത് തലയോലപ്പറമ്പ് ബിന്ദുവിൻ്റെ മരണത്തിന് ശേഷം ഇന്നോളം അവർ പ്രതിപക്ഷ സമരം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂരിൽ ലാത്തി വീശിയും ചവിട്ടിക്കൂട്ടിയൊക്കെ വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വീണ മന്ത്രി രാജിവെക്കാത്തത് കൊണ്ട് തന്നെയാണ്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളം രൂപം കൊണ്ട 1957 മുതൽ ഇന്ന് വരെ ഒരുപാട് മന്ത്രിമാർ കേരളത്തിൽ രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കേണ്ട സാഹചര്യം വന്നാൽ ഏത് മന്ത്രി, EMS മന്ത്രിസഭ തന്നെ രാജിവെച്ച് പോയി, മന്ത്രിസഭ തന്നെ രാജിവെച്ച് പോയ നാടാണ് കേരളം. പക്ഷേ ഈ പിണറായി വിജയൻ്റെ ഭരണത്തിന് കീഴിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു മന്ത്രിയും രാജിവെക്കത്തില്ല എന്നുള്ളതിന് തെളിവാണത്. അതിന് കാരണം ഇതുവരെയും കേരളത്തിൽ മന്ത്രിമാരെല്ലാം രാജിവെച്ചതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിടുന്നത്. അവരുടെ ആരോപണങ്ങളെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അവരുടെ വർത്തമാനം കാരണമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്താതെ പോയതെന്നുള്ളതോ അത് പൊയ്ക്കോട്ടെ, അതിൻ്റെ ഉത്തരവാദിത്വം കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ആ വിഷയം വിടാം. അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞു, ഞാനാണ് മന്ത്രിക്ക് തെറ്റായ വിവരം നൽകിയത്, എന്നോട് ക്ഷമിക്കണമെന്നല്ല, അദ്ദേഹം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ വീണ മന്ത്രിയുടെ അഴിമതിയുടെയും ഞെട്ടിക്കുന്ന കഥകൾ, ഉദാസീനതയുടെയും കെടുകാര്യസ്ഥതയുടെയും കഥകൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ജനം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. 777 പാളിച്ചകളാണ് അതിലക്കമിട്ട് പറയുന്നത്. അതായത് അവിടെ തീപിടുത്തമുണ്ടായപ്പോൾ ഈ ഫയർ സേഫ്റ്റി വിഭാഗങ്ങളൊന്നും അതൊന്നും പ്രവർത്തിച്ചു പോലുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അഴിമതി എന്ന് പറഞ്ഞാൽ 100% അഴിമതിയുടെ വ്യക്തമായ മുഖമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 100 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് വാങ്ങേണ്ടുന്ന ഒരു സാധനം ആക്രിക്കടയിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി തന്നെ കേടായി അതിൻ്റെ എൻജിൻ സാധനങ്ങൾ വാങ്ങിക്കാൻ ആക്രിക്കടയിൽ കിട്ടും. 1000 രൂപയ്ക്ക് പുറത്ത് കിട്ടുന്ന സാധനമൊക്കെ അത് വെറും 100 രൂപ കൊടുക്കുമ്പോൾ കിട്ടുന്നതുണ്ട്. അതുപോലെ ആക്രി പൂക്രി സാധനങ്ങൾ കൊണ്ടാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പണികൾ മുഴുവൻ നടത്തിയതെന്ന് വ്യക്തമായ തെളിവാണ് ആ അന്വേഷണ റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് യാതൊരു കുലുക്കവുമില്ല. അതുമാത്രമല്ല, ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള, അതായത് ആരോഗ്യരംഗം ഭരിച്ച ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞ് തെള്ളി മറിക്കുകയാണ്. ലോകോത്തര നിലവാരമുള്ള ചികിത്സയാണ് നമ്മുടെ ആശുപത്രികളിൽ, ഗവൺമെൻറ് ആശുപത്രികളിൽ ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ലോകോത്തര നിലവാരവും ഇല്ലാത്തതാണെന്ന് പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നത് കൊണ്ട് തെളിയിച്ചുവെന്ന് മാത്രമല്ല, നമ്മുടെ സജി ചെറിയാൻ മന്ത്രി പറഞ്ഞത്, എനിക്കൊരു പനി വന്ന് അവിടെ ചെന്ന് പനി കൂടി, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ചികിത്സയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് പനി കൂടി മരണാവസ്ഥയിലെത്തി. പിന്നെ അമൃത ഹോസ്പിറ്റലിൽ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാണ് എൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളുടെ ദുരിതാവസ്ഥയും ശോച്യാവസ്ഥയും തന്നെയാണ് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രി തന്നെ തുറന്നു പറഞ്ഞിട്ട് പോലും യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കെട്ടിയൊരുങ്ങി വന്നൊരു പ്രദർശന വസ്തുവായി നിന്ന് ഈ പത്രക്കാരുടെ മുമ്പിൽ കുറെ തള്ളു നടത്തി എന്നല്ലാതെ ഇവിടെ യാതൊരു ആരോഗ്യ പ്രവർത്തനങ്ങളും സുതാര്യമായ രീതിയിൽ നടക്കുന്നില്ല.
കംപ്ലീറ്റ് അഴിമതിയിലാണ് നടക്കുന്നതെന്ന് ഇവിടെ വളരെ വ്യക്തമായി കഴിഞ്ഞു. അതിന് മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആ വിവരം തുറന്നു പറയുകയും ഹാരിസ് ആ വിവരം തുറന്നു പറയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്ത് ഹാരിസിനെതിരെ അച്ചടക്കത്തിൻ്റെ വാളെടുത്ത് അദ്ദേഹത്തെ പിരിച്ചുവിടാൻ വരെ തയ്യാറെടുത്തതാണ്. പക്ഷേ ജനകീയ പിന്തുണയുള്ള അദ്ദേഹത്തെ ഭയന്നുകൊണ്ട് തന്നെ ആ നടപടിയിൽ നിന്ന് പിന്മാറി നിന്ന് ഈ വീണ ജോർജ് ഇപ്പോഴും ഒരു ശൂർപ്പണകയെ പോലെ ഇവിടെ അഭിനയിച്ച് തകർക്കുന്നുവെന്നല്ലാതെ അവർ ഒരിക്കലും രാജിവെക്കുകയുമില്ല. യൂത്ത് കോൺഗ്രസ്, KSC സമരം ഇവിടെ ഇങ്ങനെ പോലീസുകാരുടെ അടിയും തൊഴിയും കൊണ്ട് പരാജയപ്പെട്ട ആ സമരവും മോർച്ചറിയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മറ്റൊരു സമരത്തിൻ്റെ മുഖം മറക്കരുത്. അത് കേരള സർവകലാശാലയിൽ SFI നടത്തുന്ന സമരമാണ്. ആ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരള സർവകലാശാലയിൽ അവിടെ എത്തിയ സമരക്കാരെ മുഴുവനും തടയാനുള്ള പോലീസ് അവിടെ ഉണ്ടായിട്ടും പോലീസിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ SFI പ്രവർത്തകർ, SFI DYF പ്രവർത്തകർ അതിനകത്ത് കാണിച്ചു കൂട്ടിയ സകല പോക്കൃത്തരങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. അത് മുഴുവൻ അവരെ തുറന്ന് അതിനകത്ത് കയറി നടത്തുന്ന ഈ അഭ്യാസ പ്രകടനങ്ങൾക്കെല്ലാം പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നല്ലാതെ ഒരു പോലീസുകാരും, അതും നമ്മൾ മനസ്സിലാക്കണം, മണിക്കൂറുകളോളം അവർ സമരം നടത്തിയിട്ടും ഒരു പോലീസുകാരൻ്റെയും ലാത്തി പൊങ്ങിയതുമില്ല, അവരെ തടഞ്ഞതുമില്ല. സപ്പോർട്ട് ചെയ്തു കൊടുത്ത് ആ സമരത്തെ വിജയിപ്പിച്ചെടുക്കാൻ പോലീസ് സമരക്കാരോടൊപ്പം ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതാണ് പിണറായിയുടെ പോലീസിൻ്റെ നിഷ്പക്ഷ ഭരണം എന്ന് പിണറായി ഇവിടെ വിളിച്ചു പോകുന്നത്. എന്നാൽ ഈ സർവകലാശാലയിലെ സമരം വിജയിക്കണോ വേണ്ട എന്ന് ചോദിച്ചാൽ കേരള ജനത്തിൻ്റെ മുമ്പിൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: ആ സമരം വിജയിച്ചേ തീരൂ. കാരണം ഇവിടെ ഭാരതാംബയെ ദൈവമായി വാഴിച്ച് ആ ദൈവത്തെ ഇവിടെ സകല സർക്കാർ ഓഫീസുകളിലും രാജ്ഭവനിലും അതുപോലെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലുമെല്ലാം കൂടെ കൊണ്ടു നടന്ന് കേരളത്തിൽ ഇങ്ങനെ ഒരു കാവി ദൈവത്തെ വാഴിക്കുന്നതിനോട് കേരള ജനതയ്ക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ ആ സമരത്തിന് കേരള ജനതയുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് താനും. ആ പിന്തുണയും മുതലാക്കി അവിടെ സമരം നടത്തുന്ന ഈ സമരം ഗവർണർ യാതൊരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് ഇതുവരെയുള്ള നിലപാട്. പക്ഷേ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാതെ യാതൊരു രക്ഷയുമുണ്ടാവില്ല. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭയാനകമായൊരു പിടിവള്ളി കിട്ടിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി നടന്നുകൊണ്ടിരുന്ന കോടാനുകോടി രൂപയുടെ സകല അഴിമതികളുടെയും ഞെട്ടിക്കുന്ന കഥ ആ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് നടപടിയെടുത്ത് അദ്ദേഹം വിജയിച്ച് ഭാരതാംബയെ വാഴിക്കാൻ ഇവിടെ ശ്രമിക്കുമ്പോൾ പോലീസുകാരും സമരക്കാരും SFIക്കാരും ഇവിടെ ഈ സകലതിനെയും അടിച്ച് തകർത്ത് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിക്കാൻ അവരിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ആകെ ജനങ്ങളുടെ മുന്നിൽ ഇറങ്ങിയ ഒരേ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ. ആ ജനകീയ സമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തിയതുപോലെ ഒരു ജനകീയ അദാലത്ത് നടത്താൻ ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഗതികേട് നമ്മൾ കണ്ടതാണ്. സകലത്തിനെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ തന്നെ നേരിട്ടിറങ്ങിയെടുത്തിട്ട് അടിച്ച് ആശുപത്രിയിലാക്കി എല്ലാത്തിനെയും അടിച്ചോടിച്ചിട്ട് അവരവസാനം അദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞത് അത് രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ്. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ ഇപ്പോൾ കോടതിയിലെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങൾ നീതി ലഭിക്കും, കോടതി ഞങ്ങൾക്ക് നീതി തരും എന്നും പറഞ്ഞ ഓടി കോടതിയിൽ പോയി. ഇപ്പോൾ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് കേസെടുത്ത് വന്നപ്പോൾ കോടതി ആ കേസ് ഏതാണ്ട് നിരാകരിച്ച മട്ടാണ്. അതിന് പ്രധാന കാരണമുണ്ട്. പോലീസ് എഴുതി വച്ചിടത്തോളം അത് ഒരു തരം രക്ഷാപ്രവർത്തനം തന്നെ ആക്കി തീർത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വശത്ത് KSUക്കാരുടെ സമരം അടിച്ചമർത്തുമ്പോൾ മറുവശത്ത് SFIക്കാരുടെ സമരത്തെ താലോലിച്ച് പോലീസ് ഇവിടെ മതേതരത്വം നിലനിർത്തിയെന്ന, അതായത് പിണറായി വിജയൻ തിരിച്ച് കേരളത്തിലെത്തുമ്പോഴേക്ക് അമേരിക്കയിലെ ചികിത്സയും സുഖവാസവും കഴിഞ്ഞ് കേരളത്തിലെത്തുമ്പോഴേക്ക് പിണറായി വിജയന് അടുത്ത സ്കോപ്പ് ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മതേതരത്വം സംരക്ഷിച്ചു എന്ന
മതേതരത്വത്തിൻ്റെ കാവൽ പടരുന്ന ഒരു പ്രതിച്ഛായ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം ഇവിടെ നീണാൽ വാഴട്ടെ എന്ന് ഇവിടെ SFIക്കാർ മാത്രമല്ല ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ നമുക്കാർക്കും എതിർത്ത് പറയാൻ പറ്റില്ല. കാരണം മതേതരത്തെ സംരക്ഷിക്കുന്ന ആ പിണറായി തമ്പുരാന് എല്ലാവരും ആ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ നമുക്കും വിളിക്കാം. പ്രിയമുള്ള ജനങ്ങളെ, നമുക്ക് ഒരുമിച്ച് വിളിക്കാം. പിണറായി തമ്പുരാൻ നീണാൽ വാഴട്ടെ. ഗുഡ് ബൈ.